വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇച്ചേച്ചൊന്നും ഉണ്ടാത്തേ അല്ലെ വാ അടക്കാറില്ലല്ലോ. ഇന്ന് ഏട്ടായി ഉണ്ടായതുകൊണ്ടാണോ? ഭക്ഷണം കഴിക്കുന്നിടയിൽ വെച്ച് ചോദിച്ചതും അവനെ ഒന്ന് നോക്കി ചുണ്ടുകൂട്ടി. നീ എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ നിന്നോട് കൂട്ടില്ല. പതി അവന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ അമ്മ എല്ലാം കൃത്യമായി കേട്ടു, കാര്യം മാത്രം അറിഞ്ഞില്ല. അയ്യേ, ഈ ചേച്ചിക്ക് കുശുമ്പാണ്. കുഞ്ഞിലേക്ക് കഷ്ടമാണ് ചേച്ചിയുടെ കാര്യം. മൂക്കത്ത് വിരൽ വെച്ച് പറയുന്ന അവളെ കണ്ടത് കണ്ണുരുട്ടി നോക്കി. ഏട്ടായി എങ്ങനെ അതിനെ സഹായിക്കുന്നത്? പിന്നെ ഒരു കാര്യം അറിയോ, ഈ ചേച്ചി ഒരു കുശുംബിയാ. ആ ചോദ്യം കേട്ടത് നിങ്ങളുടെ ഏട്ടായി ഞാനാണ് സഹായിക്കുന്നതെന്ന് പറയാൻ തോന്നിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. അച്ചോ, ഡാ എൻ്റെ കൊച്ചിനെ കളിയാക്കാതെ രണ്ട് കഴിച്ച് എഴുതിയിട്ട് പോഴേ. ഞങ്ങൾ സത്യം പറഞ്ഞാലേ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ നീ പറയാൻ പാടുണ്ടോടാ. അച്ചോ. ആസിറിൻ്റെ ചുണ്ടിൽ ചെറിയ രീതിയിൽ പുഞ്ചിരി വിരിഞ്ഞതും എല്ലാവരും കൂടി തന്നെ കളിയാക്കിയത് ഓർത്ത് ദേഷ്യം വന്നു. വേഗം തന്നെ പാത്രം എടുത്ത് അടുക്കളയിലേക്ക് പോയി. പോകുന്ന പോക്കിൽ അമ്മൂനെയും വിച്ചുവിനെയും നോക്കിയപ്പോൾ ഏട്ടായിയുടെ എന്തൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. കിടക്കാൻ നേരമായതും ഉള്ളിൽ ആശങ്ക കൂടിയിരുന്നു. എന്നും എ സി മുറിയിൽ കിടന്നിറങ്ങുന്നവന് ഇന്നിവിടെ കിടക്കാൻ പറ്റുമോ എന്ന ചിന്തയായിരുന്നു. എല്ലാം കൊണ്ടും അവനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും തോന്നി. ഈ വീട്ടിൽ ആകെ 3 റൂമേ ഉള്ളൂ. അച്ഛനും അമ്മയും കിടക്കുന്ന റൂം ഒഴിച്ചാൽ പിന്നെ കുറച്ചുകൂടി സൗകര്യമുള്ളത് ഈ റൂമാണ്. ബെഡിലെ ഷീറ്റ് തട്ടി വിരിക്കുമ്പോഴാണ് അവൻ അമ്പൂട്ടിനെയും കൊണ്ട് റൂമിലേക്ക് വന്നത്. കുറേ നേരം ബഹളം വെച്ച് കളിച്ച് നടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞൻ അവൻ്റെ കയ്യിൽ കിടന്ന് പെട്ടെന്ന് ഉറങ്ങിയിരുന്നു. 3 പേർക്കും കഷ്ടിച്ച് കിടക്കാൻ പറ്റിയ ബെഡാണ്. ഇതെന്താ? തറയിൽ പാവിരിക്കുന്നത് കണ്ട് ചോദ്യം വന്നതും ആദ്യം ആ പരിക്കൻ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയിരുന്നു. തന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഓർത്തപ്പോൾ ചുണ്ട് കോർത്തു വന്നു. എന്നാലിപ്പോൾ കുറച്ച് മയക്കുണ്ട്. അതുപോലെ എപ്പോഴും ദേഷ്യപ്പെടില്ല. അത് ഞാനിവിടെ കിടന്നോളാം, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ബെഡിൽ കിടന്നോളൂ. അത് പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ തൊട്ടിലിൽ നേരെ നീളുന്നത് കണ്ടു. കുഞ്ഞിനെ ഉറക്കാൻ തൊട്ടിൽ നിർബന്ധമായതുകൊണ്ട് റൂമിൽ അമ്മയുടെ സാരി കൊണ്ടൊരു തൊട്ടിൽ കെട്ടിയിരുന്നു. അത് 3 പേർക്ക് ബെഡിൽ കിടക്കാൻ കഴിയില്ല. പിന്നെ രാത്രി തൊട്ടിലിട്ടാ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ കുഞ്ഞ് പേടിച്ചാലോ. താൻ പറഞ്ഞത് കേട്ട് ആളൊന്ന് മൂളി കുഞ്ഞിനെയും കൊണ്ട് ബെഡിൽ കിടന്നതും ഡോർ ലോക്ക് ചെയ്ത് വന്ന് കുഞ്ഞിനെ ഒന്നുകൂടെ നോക്കി ലൈറ്റ് അണച്ച് വന്ന് കിടന്നു. കിടന്നുവെങ്കിലും സ്ഥലം മാറി കിടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ദക്ഷിൺ ഉറക്കം വന്നില്ല. തുറന്നിട്ട ജനൽവാതിൽ വഴി ഉള്ളിലേക്ക് വരുന്ന നിലാവെളിച്ചം ആ റൂമിലാകെ തിളങ്ങി നിന്നിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനിടയ്ക്കെപ്പോഴോ തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളിലേക്ക് അവൻ്റെ നോട്ടം അറിയാതെ പാറി വീണു. തണുപ്പായതുകൊണ്ടെന്ന് തോന്നുന്നു ആകെ മൂടി പുതച്ച് ചുരുണ്ടു മടങ്ങിയാണ് കിടക്കുന്നത്. അവൻ അവളെന്ന പെണ്ണ് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. അതിന് കാരണം അവൻ്റെ വീട്ടിലുള്ള കാശിയിൽ നിന്നും കുറുമ്പും കുശുമ്പും കുസൃതിയിലുള്ള മറ്റൊരു കാശിയായിരുന്നു അവൻ അവിടെ കണ്ടിരുന്നത്. അവൻ്റെ ഓർമ്മയിലേക്ക് അവൻ്റെ പ്രണയത്തിൻ്റെ അവകാശിയായിരുന്നവളുടെ മുഖം ഓടിയെത്തി. 2 പേരും തമ്മിൽ പകലും രാത്രി പോലെ ഡിഫറൻ്റ് ഉണ്ട് എന്നവൻ അറിയാമായിരുന്നുവെങ്കിലും അവൻ്റെ അനുഭവമുള്ളിലെ ഈഗോയും അതിനനുവദിച്ചില്ല. പെട്ടെന്ന് അമ്പാടി ചിണുങ്ങിയതും അവൻ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അച്ഛനും മോനും നല്ല ഉറക്കായിരുന്നു. കുഞ്ഞി കൈകൾ കൊണ്ട് ദക്ഷിണ ടീഷർട്ടിൽ മുറുകെ പിടിച്ച് ആ കഴുത്തിലേക്കിൽ മുഖം ചേർത്ത് വാ ചെറുതായി തുറന്നാണ് കുഞ്ഞിൻ്റെ കിടപ്പ്. പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങിയുള്ള ആ കിടപ്പ് കാണാൻ തന്നെ നല്ല ചേരുണ്ട്. ദക്ഷിന്റെ കൈകളും കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. ദൈവമേ, ഉറങ്ങുമ്പോൾ ഇവന്റെ പത്ത് ഗൗരവമാണല്ലോ. അവന്റെ മുഖം കണ്ട് അത് പറഞ്ഞു പോയോ. സമയം 8 ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് ഇരുവരെയും പുതപ്പിച്ച് മുറി വിട്ടിറങ്ങി. ഗുഡ് മോർണിംഗ് അമ്മ. കിച്ചണിലുള്ള അമ്മയെ പിന്നിലൂടെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, നീ വന്നോ? മോനും കുഞ്ഞിനെ എണീറ്റോ? ഇല്ലമ്മേ, 2 പേരും നല്ല ഉറക്ക. മോൻ ഇന്നലെ കിടക്കാൻ ബുദ്ധിമുട്ട് തോന്നിയോ മോളെ? അവിടുത്തെ പോലെ സൗകര്യം ഇവിടെ ഇല്ലല്ലോ. എൻ്റെ രാധൂസ് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അവനും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഇനി എണീട്ടില്ല, സുഖനിദ്രയില്ല. അമ്മ ആദിയോടെ ചോദിച്ചതും ആ കവളിൽ മുത്തി അവൾ പറഞ്ഞു. എന്നെ ഉമ്മ വെക്കാതെ പോയി പല്ല് തേക്കാൻ നോക്ക് പെണ്ണേ. വെറുതെ ജാടടാതെ വാങ്ങി വെച്ചോ രാധൂസെ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതല്ലേ. അതും പറഞ്ഞ് മറ്റേ കവളിൽ കൂടി ഉമ്മ വെച്ച് പതി അവിടെ നോവാതെ വിധം പല്ലഴുത്തി. ഡി നിന്നെ. അമ്മ കയ്യോങ്ങിയതും വേഗം ആ പഞ്ചായത്ത് കാലിയാക്കിയിരുന്നു. ദക്ഷിണീറ്റൽ അവന് കുളിക്കാനുള്ള വെള്ളം മുക്കി ബാത്റൂമിലെ ബക്കറ്റിൽ നിറച്ചു വെച്ചാണ് കുളത്തിലേക്ക് കുളിക്കാൻ പോയത്. ഇന്നിവിടെ നിന്ന് പോകണമല്ലെന്ന് ആലോചിക്കുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. 2 ദിവസം കൂടി നിൽക്കാൻ കൊതിയുണ്ടെങ്കിലും അസുരനോട് ചോദിക്കുന്നത് പേടിച്ച് ഉള്ളിലൊതുക്കി. ഇപ്പോഴും അവൻ്റെ മുന്നിൽ പോകാൻ പേടിയായിട്ടാണ് തൽക്കാലം അവനെ നന്നാക്കി തരാമെന്ന് പറഞ്ഞ് അമ്മക്ക് കൊടുത്ത വാക്ക് ചെറുതായി മാറ്റി വെച്ചത്. അല്ലെങ്കിൽ എപ്പോൾ ചേക്കനെ നന്നാക്കി കൊണ്ടു നോക്കിയാൽ മതി. കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി അലക്കിയ തുണിയും എടുത്ത് കുളത്തിൽ നിന്ന് കയറുമ്പോഴാണ് കുഞ്ഞിനെയും എടുത്ത് വരുന്ന അസലിനെ കണ്ടത്. പിറകെ തന്നെ വിച്ചുകൊണ്ട്. കുളത്തിലേക്ക് വരാൻ എസ്കോട്ട് വേണം ഇവന്.
അല്ല ഇതെന്നെ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? ഒന്നും മനസ്സിലാവാതെ പടവിലേക്ക് കയറി അവരെ നോക്കി. ഏട്ടായി എന്നാ ഞാൻ പോട്ടെ. ആ ശരിടാ. വെച്ച് പോയതും അസുരൻ കുഞ്ഞിനെ കയ്യിൽ തന്ന് ചുറ്റും നോക്കിയത് ഞാനും കാര്യമറിയാതെ ചുറ്റും നോക്കി. ആ എന്താ? ആ അത് എന്തിനാ ഇവിടേക്ക് വന്നത്? കുളിക്കാനാണെങ്കിൽ ബാത്റൂമുണ്ട്. അതെന്താ ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല, ഞാൻ പിന്നെ മാറങ്ങോട്ട്. അതും പറഞ്ഞ അസുരൻ തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ഇട്ടിരുന്ന ടീഷർട്ട് കൂടി പടവിലേക്ക് ഇട്ടു. എന്റെ ദൈവമേ, ഈ സാധനത്തേക്ക് ഞാൻ എങ്ങനെ ഒന്ന് നേരെയാക്കി എടുക്കുക? അയ്യേ, ഇവനെന്താ നാണല്ലേ? അതിന് ഞാൻ തുണി എടുക്കാന്നല്ല നിൽക്കുന്നത്. അവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ആത്മത്തിരി ഉറക്കിയായെന്ന് മനസ്സിലായത്. ചമ്മലം മറിച്ച് വേഗം മുഖം തിരിച്ച് നിന്നെങ്കിലും അറിയാതെ കണ്ണുകളിടക്ക് ദൃഢമായ നെഞ്ചിലേക്ക് പാറി വീണു. രോമാവൃതമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണച്ചേനും ഒക്കെ കൂടി എവിടേക്കും ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. വെളുത്തുറച്ച ബോഡിയാണ്. കഴുത്തിന്റെ പിന്നിലായി ഇരയെ റാഞ്ചാൻ വരുന്നൊരു പരുന്തിന്റെ ടാറ്റുണ്ട്. അതിനെന്തൊരു പ്രത്യേക ആകർഷണമുള്ള തോന്നി. ഉടുത്തിരിക്കുന്ന മുണ്ട് ഒന്നുകൂടെ മുറുക്കി കുത്തി അവൻ വെള്ളത്തിലേക്ക് ചാടിയതും അവനിലുള്ള നോട്ടം മാറ്റി കയ്യിൽ അലക്കിയ ഡ്രസ്സെല്ലാം പടവിലേക്ക് തന്നെ വെച്ച് അവിടെ തന്നെ നിന്നു. വെള്ളത്തിലേക്ക് ചാടിയവൻ ആദ്യം പൊങ്ങാത്തത് കണ്ടപ്പോൾ പേടിച്ചു. ഇനി അവനെങ്ങാനും നീന്തൽ അറിയാതെ മുങ്ങിപ്പോയെന്ന് വരെ കരുതി. അധികം വൈകാതെ പൊന്തിയപ്പോൾ തന്നെ മനസ്സിലായി അങ്ങനെ മുങ്ങിപ്പോകുന്ന ടൈപ്പല്ലാന്ന്. അസുരന്റെ നീന്തൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞാപ്പിയും വെടിപ്പിരുന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ബഹളം വെക്കുന്നുണ്ട്. ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടം. ആളുടെ ഇൻഡെക്സ് ബേബി പൂളിൽ വെള്ളം നിറച്ച് വരുത്തിയ എത്ര നേരം വേണേലിരിക്കും. പക്ഷെ കുളിപ്പിക്കുന്ന ചെക്കന് പറ്റില്ല. തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ തുടങ്ങും കാറി പൊളിച്ച് പഞ്ചായത്ത് മുഴുവൻ അറിയിക്കാൻ. വേണ്ടട കുഞ്ഞാ, എൻ്റെ കുഞ്ഞിന് തണുക്കില്ലേ വെള്ളത്തിലിറങ്ങിയ? എവിടെ ആര് കേൾക്കാൻ? ആള് വാശി പിടിച്ച് കരയാൻ തുടങ്ങിയതും വെള്ളമുള്ള പടവിൻ്റെ തൊട്ടു മുകളിലെ പടവിലേക്കിരുന്ന് കുഞ്ഞിക്കാലുകൾ പതിയെ വെള്ളത്തിൽ മുടിച്ചു. വെള്ളത്തിലിറങ്ങിയ സന്തോഷത്തിൽ ആള് മുഖം ചരിച്ചൊന്ന് നോക്കി ചിരിച്ചതും വേഗം വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചതും ചിരി മാഞ്ഞ് ചുണ്ടുകൾ കൂർത്തു വന്നതും വീണ്ടും വെള്ളത്തിലേക്ക് വെച്ചതും ആ മുഖം വിടർന്നു. അവസാനം അതൊരു കളിയായി മാറി. കുഞ്ഞൻ സന്തോഷത്തിൽ കുഞ്ഞിക്കാലിട്ട് വെള്ളത്തിലടിക്കാൻ തുടങ്ങിയതും ആ കുഞ്ഞു ദേഹം നനയാൻ തുടങ്ങിയതും എടുത്ത് മടിയിൽ വെച്ച് മുറുകെ പിടിച്ചു. ഡേയ്, ഒരു തോർത്ത് തന്നേ. ഇത് നല്ല കൂത്ത്. തോർത്തെടുക്കാതെയാണ് ഈ മുഴ കുളിക്കാൻ വന്നത്. എൻ്റെതിൽ തോർത്തില്ല. പിന്നെ നിന്റെ തലയിൽ എന്താ? ഞാൻ വേറെ എടുത്ത് തരാം. അത് വരെ നനഞ്ഞു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിങ്ങ് താടി. ഇവനെന്താ നേരെ ചോദിച്ചാ? അസുരൻ തെണ്ടി. അവനെ മനസ്സിൽ നന്നായി സ്മരിച്ച് തലയിൽ കെട്ടി വെച്ച് തോർത്തടിച്ചു കൊടുത്തു. അവൻ തല പുറത്തുനിന്ന് നോക്കി അലക്കി വെച്ച തുണിയും എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. അവൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴേക്കും ഭക്ഷണം എല്ലാം ടേബിളിൽ നിരത്തി വെച്ചു. മോനെ ഫ്രഷാക്കി അമ്മുവിൻ്റെ കയ്യിൽ കൊടുത്ത് അലക്കിയെടുത്ത് തഴയിലിടാൻ പോയി. ഉച്ചയ്ക്ക് പോകാമെന്ന് കരുതിയതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ അസുരൻ അർജന്റായി കോള് വന്നതും എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ഇറങ്ങേണ്ടി വന്നു. കഴിഞ്ഞില്ലേ മോളെ, അവൻ നിന്നെ വെയിറ്റ് ചെയ്യാ. ആ ഇതാ വരുവാണ്. കൊണ്ടുവന്ന ഡ്രസ്സ് മടക്കി ബാഗിലേക്ക് വെച്ചു. ടേബിളിൽ കിടക്കുന്ന കല്യാണക്കുറി കണ്ടതും അതും വേഗം ബാഗിലിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. അച്ചോ പോവാണേ ഉമ്മ. മോളെ, അവരൊക്കെ വലിയ ആൾക്കാരാണെങ്കിലും നല്ലവരാണ്. എൻ്റെ മോളെ അവരെ വേദനിപ്പിക്കില്ലെന്ന് അറിയാം. എന്നാലും പറയാം, എൻ്റെ മോൾ ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തരുത്. എൻ്റെ അച്ചോ, അതെനിക്കറിയാം. ഞാൻ നല്ല കുട്ടിയാണ്. നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാ. ഈ കുറുമ്പും കുസൃതിയൊന്നും അവിടെ എടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുതേ. അച്ചോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എൻ്റെ കൊച്ചിനെ എനിക്കറിയില്ലേ. നീ എന്നും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാ മതി. പോയി വാ, നല്ല ദേവരൻ്റെ കുട്ടിക്ക്. രാധുസേ, ഇനി എന്നാ വരിക? വിഷമിക്കണ്ടോ, ഞാനിതുപോലെ ഇനി ഇടയ്ക്ക് നിങ്ങളൊക്കെ കാണാൻ വരാവേ. അമ്മോ, വിച്ചുട്ടാ, പോയിട്ട് വരാവേ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. എല്ലാവർക്കും പോകുന്നതിൽ നല്ല സങ്കടമുണ്ട്. അമ്മവും വിജുവും കുഞ്ഞൻ പോകുന്നത് കണ്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അമ്പൂട്ടിനോട് അവർക്ക് ടാറ്റ കൊടുക്കാൻ പറഞ്ഞെങ്കിലും ആള് വണ്ടിയിൽ കയറാനുള്ള തത്ര പാടില്ലായിരുന്നു. ടർക്കിട്ട കളന്ന് അറിയാം യാത്ര പോകാനാണെന്ന്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അസുരൻ കയ്യിലെ ബാഗും വാങ്ങി കാറിൽ കയറിയതും വേഗം പോയി കാറിൽ കയറി. വീട് കണ്ണിൽ നിന്നും മറയുവോളം അവരെ നോക്കി നിന്നു. നിറഞ്ഞ കണ്ണുകൾ ഇറുകിയടിച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല ദേഷ്യത്താലും പകയാലും തന്നെ പിന്തിരുന്ന കണ്ണുകൾ. എൻ്റെ ലക്ഷ്മിക്കുട്ടി, എനിക്കിപ്പോഴും ഒന്നും വിശ്വാസമാകുന്നില്ല. ഇവിടെയുള്ള ആളെ അല്ലായിരുന്നു അസുരൻ അവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. വൈകിട്ട് അത്താഴം ഉണ്ടാക്കുന്നതിനിടയിൽ 2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം ലക്ഷ്മിയമ്മയോട് പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നു. വീട്ടിലെത്തിയതും അസുരൻ വേഗം കെട്ടിയൊരുങ്ങി എങ്ങോട്ടോ പോയിരുന്നു. കുഞ്ഞാപ്പി നല്ല ഉറക്കാണ്. അച്ഛൻ ഇനിയും ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ഡീ പെണ്ണെ, നീ വെറുതെ അവനെ കളിയാക്കണ്ടോ.
ഞാനൊരു സത്യം പറഞ്ഞാലേ ലക്ഷ്മിക്കുട്ടി, എനിക്കിനി പറക്കാൻ കിളികളൊന്നുമില്ല. അച്ചാതി പെർഫോമൻസ് അല്ലായിരുന്നു ആസുരന്റെ. അവന് പണ്ടേ എല്ലാവരും വലിയ കാര്യ. എന്നിട്ട് എന്നെ ഇഷ്ടമല്ലല്ലോ. എന്നോട് കാണിച്ചു കയറി സംസാരിക്കാൻ മാത്രമേ അറിയൂ. അത് നിന്റെ കയ്യിലിരിക്കൊണ്ടാകും. ആവശ്യമില്ലാതെ അവന്റെ മെക്കിട്ട് കയറി അവൻ അടിച്ചതും പോരാ. അത് പിന്നെ അന്ന് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അന്ന് ഞാനറിഞ്ഞു അവനെന്നെ കിട്ടൂന്ന്. എൻ്റെ മോളെ, അന്ന് അവൻ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് കേട്ട് ഓടിപ്പിടിച്ച് വരികയായിരുന്നു. അപ്പോഴതൊക്കെ ഉണ്ടായത്. ഒന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. പാവം, ഞാൻ തല്ലേണ്ടിയിരുന്നില്ലല്ലേ. ആ, നീ അതൊക്കെ വിട്. അവനെല്ലാം മറന്നിട്ടുണ്ടാകും. എന്നും എല്ലാവർക്കും കൊടുത്തില്ലേ ശീലം. ഇടയ്ക്കൊക്കെ ഓരോന്ന് അവനെ കിട്ടുന്നത് നല്ലതാ. അമ്മേ! പെട്ടെന്തോ വലിയ ശബ്ദം കിടന്ന് ഞെട്ടിപ്പറിച്ച് തിരിഞ്ഞു നോക്കിയതും മുന്നിലെ കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി. എന്താ സംഭവം എന്നറിയാതെ പെട്ടെന്നുള്ള ഞെട്ടിലെ അമ്മയെ നോക്കിയതും അമ്മയുടെ മുഖത്തൊരു ഞെട്ടിലുണ്ട്. പെട്ടെന്നാണ് മുന്നിൽ നിൽക്കുന്ന ആള് മുഖത്ത് വെച്ച മുഖംമൂടി ഊരി മാറ്റിയത്. ചേട്ടാ, കുരുത്തം കേട്ടതേ, പേടിപ്പിച്ച് കളഞ്ഞുള്ള നീയെ. വന്ന ആളെ കണ്ടതും അമ്മക്ക് അവിടെ ദേശത്തിൽ പുറം നോക്കിയൊന്ന് കൊടുത്തു. അയ്യോ, എന്നെ ലക്ഷ്യ തല്ലല്ലേ, ഞാൻ നിങ്ങളേക്കൊന്ന് പറ്റിച്ചതല്ലേ. അതും പറഞ്ഞ് വന്ന ആൾ തന്നെ നോക്കി പല്ലടിച്ച് കാണിച്ചതും കൈ കിട്ടിയ ചപ്പാത്തി പോലത്തെ തല നോക്കിയത് കൊടുക്കാൻ തോന്നെങ്കിലും വേണ്ടെന്ന് വെച്ചു. ഹായ് ഏട്ടത്തി. അവൻ്റെ ഏട്ടത്തി എന്നുള്ള വിളി കേട്ടതും അവനെ ഒന്ന് അടിപൊളി നോക്കി. വെളുത്ത അത്യാവശ്യം ഹൈറ്റുള്ള ചെറുപ്പക്കാരനാണ്. കാണാൻ ചേലൊക്കെ ഉണ്ട്. ഒരു സ്ക്രാച്ച് ജീനും ടീഷർട്ടുമാണ് വേഷം. ചെറുതായി മുളച്ചു വരുന്ന മീശ പിരിച്ചു വെച്ചത് കണ്ടപ്പോൾ ചിരി വന്നു. ഈ ഏട്ടത്തിക്ക് എന്നെ മനസ്സിലായില്ലേ? അയം പാർത്തം, എല്ലാവരും പാച്ചു എന്ന് വിളിക്കും. ഏട്ടത്തി അങ്ങനെ വിളിച്ചോ? അവൻ പറഞ്ഞത് കേട്ട് ശരിയെന്ന് തലയാട്ടി. അല്ല, ഇതെന്നിങ്ങനെ കിളി പോയ പോലെ നിൽക്കുന്നത്? എൻ്റെ ഗ്ലാമർ കണ്ടിട്ടാണോ? ഏതായാലും പുതിയ ഏട്ടത്തി കൊള്ളാം, എനിക്കിഷ്ടായി. പോടാ ചെറുക്ക അവിടുന്ന്. മോളെ, ഇതെൻ്റെ അനിയത്തിയുടെ മോനാണ്. അവളും ഹസ്ബൻഡ് അമേരിക്കയിലാണ്. ഇവൻ ബാംഗ്ലൂരിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാം. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുറ്റിയും പറിച്ച് വന്നതാ. നാവനൊരു ബെല്ലും ബ്രേക്കും ഇല്ല. വാ തുറന്ന പൊട്ടത്തരെ പറയൂ. ലെറ്റോസ് നോ, അങ്ങനെ പറയരുത്. അവൻ പറഞ്ഞത് കേട്ട് അമ്മ പറഞ്ഞതും അവനെ നോക്കി പുഞ്ചരിച്ചു. ആള് ഫുള്ള് തമാശയാണ്. അല്ല, ഏട്ടനും പല്ലച്ചനെന്തേ? രണ്ടുപേരും ഇന്ന് വന്നിട്ടില്ല. കുഞ്ഞെന്തേ? ഉറങ്ങാണ്. ആണോ? ഞാൻ പോയി കണ്ടിട്ട് വരാം. കുഞ്ഞുട്ടാ, നിന്റെ ചെറിയച്ഛൻ വന്നടാ. ഡാ, നീ പോയി അതിന് ഉണർത്താതെ ഫ്രഷായി വന്ന് വലുത് കഴിക്ക്. കുഞ്ഞനെയും വിളിച്ച് പോകുന്നവനെ നോക്കി ലക്ഷ്മി അമ്മ വിളിച്ച് പറഞ്ഞതും ചെക്കനതൊന്നും കേൾക്കാതെ ചാടിത്തുള്ളി കുഞ്ഞിനെ കിടത്തിയ റൂമിലേക്ക് പോയി. അവനെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പ്ലസ് ടു ആയതും ഇവൻ ഉഴപ്പം തുടങ്ങിയപ്പോൾ അച്ഛൻ അവനെ ബാംഗ്ലൂരിലെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തത്. അവനെ പേടിച്ച് ഇടയ്ക്കേ വരൂ. ആ സംസാരം ഒഴിച്ചാ പാവാണ്. അമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ അവന് കുടിക്കാനുള്ളതും ഉണ്ടാക്കി വെച്ചു. പെട്ടെന്നാണ് അമ്പൂട്ടനെ കിടത്തിയ താഴത്തെ റൂമിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇട്ടത്. ആ ചെക്കൻ അതിനെ ഉണർത്തിയെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് വരാം അമ്മേ. അത് പറഞ്ഞ് പാച്ചുവിന് കുടിക്കാനെടുത്ത് വെച്ച ജ്യൂസും എടുത്ത് റൂമിലേക്ക് പോയി. റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് തൊട്ടിലിൽ നിന്നും കുഞ്ഞിനെയും എടുത്ത് നിൽക്കുന്ന പാച്ചുവിനെയാണ്. ഉറക്കം മുറഞ്ഞ ദേഷ്യവും അറിയാത്ത ആളെയും കണ്ടിട്ടാന്ന് തോന്നുന്നു. കുഞ്ഞും വലിയ വലിയ കരയുന്നുണ്ട്. തന്നെ കിടന്ന് കൈ നീട്ടി കരയാൻ തുടങ്ങിയതും അവൻ വേഗം കുഞ്ഞിനെ കയ്യിൽ തന്നിരുന്നു. കരയിലട വാവേ, ഇത് കുഞ്ഞിൻ്റെ ചെറിയച്ഛനല്ലേ? എൻ്റെ മുത്തിനെ കാണാൻ വന്നതല്ലേ? നോക്കി. കയ്യിലുള്ള ജ്യൂസ് പാച്ചുവിന് കൊടുത്ത ആ കുഞ്ഞു മുഖത്തെ കണ്ണീരും വായിൽ നിന്നും വരുന്ന തേനും തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞതും ആള് കരച്ചിൽ നിന്ന് നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്ന കാശിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും പെട്ടെന്ന് തന്നെ അവനത് മറച്ചു പിടിച്ചു. ശരിക്കും അവൻ ഇരുവരെയും കണ്ട അത്ഭുതമാണ് തോന്നിയത്.